വയനാട്ടിൽ ഇരുകാലുകളും തളർന്ന രാധിക എന്ന യുവതി ഒരേ കിടപ്പ് കിടക്കാൻ തുടങ്ങിയിട്ട് 1.5 പതിറ്റാണ്ടായി. 32-ാം വയസ്സിൽ ഡോക്ടർ മരുന്ന് മാറി നൽകിയതാണ് ജീവിതം ഇരുളടയാൻ കാരണം. തുടർ ചികിത്സയ്ക്ക് പോലും പണമില്ലാത്ത ദുരവസ്ഥയിലാണ് രാധിക. ഒരാളുടെ സഹായം എപ്പോഴും വേണം. പ്രാഥമിക കൃത്യം നിർവഹിക്കണമെങ്കിൽ ഇത് കെട്ടിയിട്ടാണ് കിടക്കുന്നതൊക്കെ. മൂത്രം പോവാനൊക്കെ ഞാൻ അനുഭവിച്ചിങ്ങനെ കിടക്കുവാണ്. 15 വർഷമായി ഇപ്പോൾ. ബത്തേരി അമ്മായിപ്പാലത്തെ വാടകക്കൂരയിൽ തളർന്നു കിടക്കുകയാണ് രാധിക. ഈ കിടപ്പ് തുടങ്ങിയിട്ട് 15 വർഷങ്ങൾ. ഇപ്പോൾ പ്രായം 47. 32-ാം വയസ്സിലാണ് ജീവിതത്തിന്റെ താളം എന്നേക്കുമായി തെറ്റിയത്. ഇത് പുൽപ്പള്ളി ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്നൊരു ഡോക്ടർ മരുന്ന് ചെയ്തതാണ്. ഇപ്പോൾ 10-15 വർഷം കഴിഞ്ഞു. എനിക്കെൻ്റെ അരയ്ക്ക് കീഴ്പോട്ട് തളർന്നു പോയി. ഡോക്ടർ TB ആണെന്നും പറഞ്ഞ് മരുന്ന് ചെയ്തതാണ്. നടക്കാനാവില്ല ഇപ്പം. ഇപ്പോൾ വലതുകണ്ണിന്റെ കാഴ്ച കുറഞ്ഞു. ഡ്രൈവർ ജോലി ചെയ്യുന്ന മകളുടെ ഭർത്താവിന്റെ വരുമാനം കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. മരുന്ന് വാങ്ങാൻ പോലും കയ്യിൽ പണമില്ല. സ്വന്തമായി വീടില്ല. പുൽപ്പള്ളിയിൽ ലൈഫ് പദ്ധതിയിലൂടെ വീട് നിർമ്മാണം നടക്കുന്നുണ്ട്. പദ്ധതി പ്രകാരം ലഭിക്കുക 4 ലക്ഷം രൂപ മാത്രം. ഇതുകൊണ്ടെങ്ങനെ ഒരു വീട് പൂർത്തിയാക്കാൻ കഴിയും? ഒരു വീടിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നത്. ഇപ്പം ലൈഫിൻ്റെ ഒരു വീട് പാസ്സായിട്ടുണ്ട്. 4 ലക്ഷം രൂപയേ ഉള്ളൂ. ബാക്കി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് ഒരു പിടുത്തവും കിട്ടുന്നില്ല. രാധികയ്ക്ക് അതിജീവിക്കാൻ കരുണയുള്ളവരുടെ കനിവ് വേണം. സഹായമുണ്ടാകണം. വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.